അയൺ മാൻ, സൂപ്പർമാൻ തുടങ്ങിയ സൂപ്പർ ഹീറോ മൂവികളിൽ നമ്മൾ കണ്ട സൂപ്പർ ഹീറോ ലാൻഡിംഗ് എഫക്റ്റ് എങ്ങനെയാണ് KDENLIVE പോലുള്ള ഫ്രീ വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ മാത്രം ഉപയോഗിച്ച് ചെയ്യുക എന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ ഇഫക്റ്റ് ചെയ്യാൻ 2 ക്ലിപ്സ് വേണം. അത് രണ്ടും നമുക്ക് തന്നെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ 2 ക്ലിപ്പും ക്യാമറ മൂവ് ചെയ്യാതെ എടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. അതിൽ ആദ്യത്തെ ക്ലിപ്പ് ക്യാമറ ഒരു സ്ഥലത്ത് സെറ്റ് ചെയ്ത് വെച്ച് ഒരാൾ ഓടി വന്നിട്ട് ജസ്റ്റ് ഒന്ന് ചാടി ഒരു സൂപ്പർ ഹീറോ പോസ് കൊടുത്തിട്ട് നടന്നു പോകണം. പിന്നെ രണ്ടാമത്തെ ക്ലിപ്പ് എന്ന് വെച്ചാൽ നിങ്ങൾ ഇത് ചെയ്ത ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഒരു ഫോട്ടോയാണ്. അതിന് നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് മാറി ക്യാമറ പൊസിഷൻ ഒന്നും മാറ്റാതെ അതിലൊരു ഫോട്ടോ എടുക്കണം. അല്ലെങ്കിൽ നിങ്ങളൊന്ന് മാറി കുറച്ച് നേരം വീഡിയോ എടുത്താൽ മതി. ഇനി ഈ വീഡിയോ ഒന്നും ഷേക്കില്ലാതെ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിന് നിങ്ങൾക്ക് ട്രൈപോഡ് എടുക്കാം. ഈ 2 ക്ലിപ്പും കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് KDENLIVEലേക്ക് പോകാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഫുട്ടേജ് വേണം. അതിലാദ്യത്തെ ഫുട്ടേജ് എന്ന് വെച്ചാൽ ജമ്പിൻ്റെ ഫുട്ടേജ്, അതുപോലെ തന്നെ രണ്ടാമത്തത് ഇതിൻ്റെ ഫുട്ടേജാണ്. ഈ ബാക്ക്ഗ്രൗണ്ട് ഫുട്ടേജ് എങ്ങനെയാണ് എടുക്കുകയെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതായത് ക്യാമറ ഷേക്ക് ചെയ്യാണ്ട് എടുക്കണം. അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളെ വീഡിയോ പ്ലേസ് ചെയ്യുക. എന്നിട്ട് വീഡിയോയിൽ ബാക്ക്ഗ്രൗണ്ട് ബ്ലാങ്ക് ആയി നിൽക്കുന്ന ഒരു ഫ്രെയിം കാണുക. ആടെ പ്രൊജക്റ്റ് മോണിറ്ററിൽ പോയിട്ട് ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് എക്സ്ട്രാക്ട് ഫ്രെയിം ടു പ്രൊജക്റ്റ് അടിക്കുക. എന്നിട്ട് ഏതെങ്കിലും ഒരു ഫോൾഡർ കാണിച്ചു കൊടുത്ത് സേവ് അടിച്ചിട്ടുണ്ടെങ്കിൽ ഫോൾഡറിലേക്ക് ഈ ഒരു ഫോട്ടോ ആയിട്ട് സേവ് ആവുന്നതാണ്. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. നമ്മൾ ഈ വീഡിയോ എടുത്തിട്ടുണ്ട്. വീഡിയോയിൽ നിങ്ങൾ കാണാം ചാടിയിട്ട് ഇനി പോകുന്നതാണ്. ഇനി നമ്മൾ പ്ലേ ചെയ്യുന്നേരം ഈ ആരോ കീ അമർത്തിയിട്ട് ഇങ്ങനെ പോവുക. ഓരോ ഫ്രെയിം ബൈ ഫ്രെയിം ആയിട്ട് പോവുക. ആരോ കീ ലെഫ്റ്റ് ആരോ കീയും റൈറ്റ് ആരോ കീയും യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് മുന്നോട്ടേക്കും പുറകോട്ടേക്കും പോകാമെന്ന്. ഞാനിപ്പോൾ റൈറ്റ് ആരോ കീ അമർത്തിയാലും മുന്നോട്ടേക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. ഏകദേശം ഈ ഫ്രെയിം എടുത്തിട്ടുണ്ട്. ഈ ഫ്രെയിം ക്ലിക്ക് ചെയ്തിട്ട് ഞാനെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ജസ്റ്റ് ഇവിടെ പോയിട്ട് എക്സ്ട്രാക്ട് ഫ്രെയിം ടു പ്രൊജക്റ്റ് അടിക്കുകയാണ്. അതിലൊരു ഫോൾഡർ കാണിച്ചിട്ട് ഞാൻ ജസ്റ്റ് സേവ് ചെയ്ത ശേഷം ഞാനിതൊന്ന് വലുതാക്കാണ്. കൺട്രോൾ കീ അമർത്തി പിടിച്ച് മൗസ് ഒന്ന് ഡ്രാഗ് ചെയ്താൽ മതി. ഈ ഫുട്ടേജ് എടുത്തിട്ട് ഇവിടെ നമ്മൾ ടൈം ലൈൻ കൊണ്ടുവച്ച അവിടെ ഇങ്ങനെ പ്ലേസ് ചെയ്യുക. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ഈ അടിയിലത്തെ വീഡിയോ ഒന്ന് സെലക്ട് ചെയ്യുക. അത് എന്നിട്ട് നിങ്ങൾ സിസർ ടൂൾ ഉപയോഗിച്ച് കട്ട് ചെയ്യുക. ഈ സിസർ ടൂൾ ഉപയോഗിച്ച് കട്ട് ചെയ്ത ശേഷം ഫസ്റ്റ് ഈ പോർഷൻ നമുക്ക് ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഡിലീറ്റ് ചെയ്ത് ഇനിയിപ്പോൾ ഇങ്ങനെയായിരിക്കും ഉണ്ടാകുക. അതായത് ഇയാൾ എയറിൽ നിൽക്കുന്ന ഫോട്ടോ പിന്നെ ജസ്റ്റ് പോകുന്നത്. ഇനി നമുക്കെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ബാക്ക്ഗ്രൗണ്ട് ഫുട്ടേജ് എടുത്തിട്ട് ജസ്റ്റ് ഇവിടെ വെക്കണം. അത് 5 സെക്കൻഡുള്ള ക്ലിപ്പായിട്ടാണ് വരിക. അതിനെക്കൊണ്ട് അവിടെ പ്ലേസ് ആവില്ല, കാരണം അവിടെ സ്ഥലമില്ലാത്തതുകൊണ്ടാണ്. ജസ്റ്റ് ഇവിടെ വെക്കുക. ജസ്റ്റ് ഒന്ന് ചെറുതാക്കുക. എന്നിട്ട് ഇവിടെ കൊണ്ടുവെക്കുക. എന്നിട്ട് അതിൻ്റെ സൈസ് മാക്സിമം ആക്കി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവും. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ഒരു ഇമേജാണ്. ഈ ഇമേജിൽ ഈ ഒബ്ജക്റ്റിനെ മാത്രം അല്ലെങ്കിൽ ഇയാളെ മാത്രം നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അതിന് എഫക്ട്സ് പോയിട്ട് റോട്ടോസ്കോപ്പിംഗ് സെലക്ട് ചെയ്യുക. ജസ്റ്റ് ഡ്രാഗ് ചെയ്തിട്ട് ഫസ്റ്റിലെ ഇമേജ് ക്ലിപ്പ് കൊണ്ടുപോയി ഇടുക. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പ്രൊജക്റ്റ് മോണിറ്ററിലെ റൈറ്റ് സൈഡിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ സ്വിച്ച് ടു ഫുൾ സ്ക്രീൻ കാണാം. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് മാസ്ക് ചെയ്ത് കൊടുക്കുക. റഫായിട്ട് മാസ്ക് ചെയ്താൽ മതി, അധികം പെർഫെക്ഷൻ ഒന്നും വേണ്ട. മാസ്കിങ് അവസാനിപ്പിക്കാൻ നമ്മൾ ഫസ്റ്റ് കൊടുത്ത നോഡുമിൽ കൊണ്ടുപോയിട്ട് റൈറ്റ് ക്ലിക്ക് ആണ് ചെയ്യേണ്ടത്. മാസ്കിങ് അവസാനിക്കും.
ഇനി നിങ്ങൾ ഈ ബാക്ക്ഗ്രൗണ്ട് ലെയർ ഒന്ന് ഹൈഡ് ചെയ്ത് നോക്കിയാൽ കാണാം ഈ സബ്ജക്റ്റ് മാത്രം മാസ്ക് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് അത് സെലക്ട് ചെയ്യുക. ഇപ്പോൾ നമ്മൾ റോട്ടോസ്കോപ്പിംഗ് എഫക്റ്റ് ഈ ലെയർ കൊടുത്തിട്ടുണ്ട്. ആ എഫക്റ്റ് കൂടാതെ ട്രാൻസ്ഫോം എഫക്റ്റ് കൂടി കൊടുക്കുക. അത് നിങ്ങൾക്ക് ഈ സ്റ്റാറിൽ പോയിട്ട് ട്രാൻസ്ഫോം അടിക്കുക. നമ്മുടെ ഫേവറേറ്റ് എഫക്ട്സ് ഇങ്ങനെ കാണിക്കും ഇവിടെ, അല്ലെങ്കിൽ എഫക്ട്സിൽ തന്നെ പോയിട്ട് ട്രാൻസ്ഫോം എഫക്റ്റ് കൊടുക്കുക. ട്രാൻസ്ഫോം എന്ന് അടിച്ചാൽ ട്രാൻസ്ഫോം എഫക്റ്റ് കൊടുക്കാവുന്നതാണ്. ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്യാം. ട്രാൻസ്ഫോം എഫക്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ലാസ്റ്റ് ഫ്രെയിമിലേക്ക് വരിക. ഇവിടെ ഒരു കീ ഫ്രെയിം കൊടുക്കുക. ഈ പ്ലസ് സൈൻ കൊടുത്ത കീ ഫ്രെയിമായി. എന്നിട്ട് ഒരു ജസ്റ്റ് ഇവിടെ ഈ കീ ഫ്രെയിമിലേക്ക് കൊണ്ടുപോയിട്ട് ലെഫ്റ്റ് ആരോ കീ അമർത്തുക. എന്നാൽ ഓരോ ഫ്രെയിമും പുറകോട്ട് പോകും. ഞാനൊരു 4 ഫ്രെയിം, ഇത് 1 2 3 4 4 ഫ്രെയിം പുറകോട്ട് പോയി ഒരു കീ ഫ്രെയിം കൊടുത്തു. എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ ഒരു ഫ്രെയിം കൂടി പുറകോട്ട് പോയിട്ട് ഒരു കീ ഫ്രെയിം കൊടുത്തു. എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഫസ്റ്റ് കീ ഫ്രെയിമിലേക്ക് പോയിട്ട് ഇത് ജസ്റ്റ് മേലോട്ടേക്ക് കൊണ്ടുപോവുകയാണ്. മേലോട്ടേക്ക് കൊണ്ടുപോയി ജസ്റ്റ് സ്ക്രീനിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോയി. ഈ എക്സ് ആക്സിസിലെ വാല്യൂ നമുക്ക് മാറ്റേണ്ട. അവിടെ 0 അടിച്ച് എൻ്റർ അടിക്കുക. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ കീ ഉണ്ടല്ലോ, ഈ കീയിലും അതേ വാല്യൂ തന്നെ കൊടുക്കുക. അതായത് നമ്മൾ വൈ ആക്സിസിൽ -526 ആ വാല്യൂ തന്നെ ഇവിടെ കൊടുക്കുക. -526 വാല്യൂ കൊടുത്ത് എൻ്റർ അടിച്ചു. ഇനി ഈ ഫ്രെയിമിലും അതേ വാല്യൂ തന്നെ കൊടുക്കണം, -526. അത് നിങ്ങളുടെ ക്ലിപ്പിന് വ്യത്യാസം ഉണ്ടാകും. ഇനി ഈ ക്ലിപ്പ് എത്തുമ്പോഴത്തേക്ക് അതേ ഇത് തന്നെ വരും. എന്നാലും ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. കണ്ടോ, ഇപ്പോൾ അയാൾ ആകാശത്തു നിന്ന് വരുന്ന പോലെ ഉണ്ട്. നിങ്ങൾ കീ ഫ്രെയിം അഡ്ജസ്റ്റ് ചെയ്യണം. താഴത്തെ ഇതിൽ പോയി ട്രാൻസ്ഫോമിൽ കീ ഫ്രെയിം അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അതായത് അതിൻ്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനാവും. കീ ഫ്രെയിം അഡ്ജസ്റ്റ് ചെയ്തിട്ട് അത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊരു ബ്ലർ എഫക്റ്റ് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് പോയിട്ട് ബ്ലറിന്ന് അടിക്കുക. ബ്ലറിന്ന് അടിച്ചാൽ ബോക്സ് ബ്ലർ എന്ന് വരും. അത് ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുക. ഇത് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത ശേഷം താഴോട്ടേക്ക് പോയിട്ട് വെർട്ടിക്കൽ മൾട്ടിപ്ലിക്കേറ്റർ എന്നുള്ളതിൽ കുറച്ച് വാല്യൂ കൂട്ടി കൊടുക്കുക. നിങ്ങൾക്ക് കാണാം, കണ്ടോ, ഇപ്പോൾ വളരെ സ്പീഡിൽ ഇതാകുന്ന കാണാം. നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ കീ ഫ്രെയിം ഒക്കെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. വളരെ സ്പീഡാണെങ്കിൽ നിങ്ങൾക്കത് സ്പീഡ് കുറച്ച് കൊടുക്കാം. കണ്ടില്ലേ, ഇത് 5 ഫ്രെയിമാണ് നമ്മൾ ബാക്കോട്ടാക്കി. ഇനി ഈ കീ മാറ്റി ഇതും മാറ്റി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഏകദേശം റെഡിയായി. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് കാല് നിലത്ത് തട്ടുന്നാലോ ഒരു ഷേക്കിങ് വരണം ക്യാമറയ്ക്ക്. അത് നമുക്ക് ആഡ് ചെയ്യണം. അതിന് ജസ്റ്റ് ഈ വീഡിയോ ക്ലിപ്പ് സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ട്രാൻസ്ഫോം എഫക്റ്റ് അതിന് കൊടുക്കുക. ഇവിടെ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. എന്നിട്ട് ഒരു ഫ്രെയിം മുന്നോട്ട് പോവുക. റൈറ്റ് ആരോ കീ അമർത്തിയിട്ട് എന്നിട്ട് ഇവിടെ ഒരു കീ ഫ്രെയിം വീണ്ടും ആഡ് ചെയ്യുക. എന്നിട്ട് ഇവിടെ റൊട്ടേഷനിൽ 1 എന്ന് കൊടുത്ത് എൻ്റർ അടിക്കുക. എന്നിട്ട് ഇവിടെ സൈസ് പോയിട്ട് ഇവിടെ 100 എന്നുള്ളതിന് പകരം 102 ആക്കുക, എൻ്റർ അടിക്കുക. എന്നിട്ട് ഒരു കീ ഫ്രെയിം കൂടി മുന്നോട്ട് പോവുക. ഇവിടെ പ്ലസ് സൈൻ അടിക്കുക. എന്നിട്ട് ഇവിടെ -1 എന്നുള്ള -1 ആക്കി എൻ്റർ അടിക്കുക. പിന്നെ ഒരു കീ ഫ്രെയിം കൂടി മുന്നോട്ട് പോവുക. ഇവിടെ വീണ്ടും 1 ആക്കി എൻ്റർ അടിക്കുക. എന്നിട്ട് ഒന്നും കൂടി പോയിട്ട് -1 ആക്കുക, എൻ്റർ അടിക്കുക. ഒരു കീ ഫ്രെയിം പോയിട്ട് ഇത് 0 ആക്കുക. ഇനി നിങ്ങൾക്ക് ഷേക്കിംഗ് വേണ്ട ത്തോളം നിങ്ങൾക്ക് കീ ഫ്രെയിം ആഡ് ചെയ്യുക. ഇപ്പോൾ നോക്കിയാൽ കണ്ടില്ലേ. ഇനി നിങ്ങൾക്ക് അതിൻ്റെ വാല്യൂ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ഇത് വേണമെങ്കിൽ നമുക്ക് വലിച്ചിട്ടാൽ കുറച്ചുകൂടി യൂസ് ആയിരിക്കും. ഇതൊക്കെ അടുപ്പിച്ച് വെക്കുക.
എന്നിട്ട് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാൽ ഇങ്ങനെ ഉണ്ടാവും. ഇനി ഇതിന് സൗണ്ടും കൂടി വരുമ്പോഴാണ് ഇത് കംപ്ലീറ്റ് ആകുക. സൗണ്ട് എഫക്റ്റും കൂടി വരുന്നവരാണ് നല്ല റിയാലിറ്റി തോന്നുക. ഇനി നിങ്ങൾക്ക് ഞാൻ മുമ്പത്തെ ട്യൂട്ടോറിയലൊക്കെ പറഞ്ഞ പോലെ സ്മോക്ക് എഫക്റ്റ് ആഡ് ചെയ്യുക. ഡസ്റ്റ് പാർട്ടിക്കിൾ ഫുട്ടേജിൻ്റെ ലിങ്ക് ഞാൻ തരുന്നുണ്ട്. ജസ്റ്റ് ഈ നമ്മുടെ ആളിലേക്ക് വരുന്നേരം ജസ്റ്റ് കുറച്ച് ഇങ്ങോട്ടായിട്ട് പ്ലേസ് ചെയ്യുക. എന്നിട്ട് ഇവിടെയുള്ള ഈ ഡോട്ട് ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ ഒരു വൈപ്പ് എന്ന് പറഞ്ഞ എഫക്റ്റ് കാണാം. അത് ഈ അവസാനം വരെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ വൈപ്പ് എന്നുള്ള മാറ്റി സ്ക്രീനാക്കിയിട്ട് ഓട്ടോമാറ്റിക്കുള്ള അത് ഓട്ടോമാറ്റിക് തന്നെ കൊടുക്കുക. അത് മാറ്റേണ്ട ആവശ്യമില്ല. ഉണ്ടല്ലേ, ഇങ്ങനെയാക്കുക. അല്ലെങ്കിൽ കുറച്ചുകൂടി ഇങ്ങോട്ടേക്ക് ആക്കുക. പുറത്തേക്ക് വരുന്നേരം ഡസ്റ്റ് വരുന്ന രീതിയിൽ ചെയ്യാനാവും. അപ്പോൾ ഇത്ര എളുപ്പത്തിൽ നമുക്ക് ഒരു സൂപ്പർ ഹീറോ ലാൻഡിങ് എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാനാവും KDENLive ഉപയോഗിച്ചിട്ട്. ഈ ഐഡിയ ഉപയോഗിച്ചിട്ട് വേറെ ഏത് സോഫ്റ്റ്വെയറിലും നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ചെയ്യാനാവും. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.